യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കെ എബ്രഹാമച്ചൻ, ഇന്നത്തെ യോഗം ഇനോഗ്രേറ്റ് ചെയ്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സർ, കോളേജ് പ്രിൻസിപ്പൽ അനമ ടീച്ചർ, ഹെഡ് മിസ്ട്രസ് രൂപി ടീച്ചർ, നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ PTA പ്രസിഡന്റ് ബാബു സർ, ഇന്ന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ഷോൺ, സ്കൂൾ ഇൻസ്ട്രക്ഷൻ നൽകുന്ന സൂസൻ ടീച്ചർ, വോട്ട് ഓഫ് താങ്ക്സ് നൽകാനിരിക്കുന്ന ആന ടീച്ചർ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഞാൻ ഏറ്റവും സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയുമ്പോൾ എങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്? ഗുഡ് മോർണിംഗ്. ഓ, യു ആർ നോട്ട് ലൗഡ്. ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഒരു ചുണയില്ല പോട്ടെ. ദ ജേർണി ബിഗിൻസ് എന്നാണ് ഇന്ന് തന്നിരിക്കുന്ന പ്രോഗ്രാം ഷീറ്റിൽ എഴുതിയിരിക്കുന്നത്. ബട്ട് ഐ വുഡ് സേ ദാറ്റ് യുവർ ജേർണി ഹാസ് ഓൾറെഡി ബിഗൺ. എപ്പോഴാണ് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്? ദ മൊമെന്റ് യു ആർ ബോൺ ഇൻ ടു ദിസ് എർത്ത്. ഭൂമിയിൽ ജനിച്ച് വീഴുന്ന ആ നിമിഷം നമ്മുടെ ജേർണി തുടങ്ങും, അല്ലേ? The first few years, all what you do is being decided by your parents. Now you have reached a junction, a very important or a very crucial point in your life. വളരെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ. ഓക്കെ, റോബർട്ട് ഫ്രോസ്റ്റ് എന്നൊരു ഇംഗ്ലീഷ് പോയറ്റ് ഉണ്ട്. ആൻഡ് ഹി ഹാസ് എ വണ്ടർഫുൾ പോയം, ദ റോഡ് നോട്ട് ടേക്കൺ. നിങ്ങൾ പലരും പഠിച്ച് കാണും, അല്ലെങ്കിൽ പോയട്രി കോമ്പറ്റീഷൻ റിസൈറ്റ് ചെയ്ത് കാണും. അപ്പോൾ അദ്ദേഹം പറയും, ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും there are moments when you pass through a junction. ഒരു ജംഗ്ഷനിൽ കൂടി പാസ് ചെയ്യുന്ന സമയത്ത് there will be 4 roads and you have to decide which road you want to take. നമുക്കറിയാം, കോട്ടയം ബസ് സ്റ്റാൻഡിലോട്ട് പോകണമെങ്കിൽ ചിലപ്പം കോട്ടയത്തിൽ പല വഴികൾ കാണാം. അതിൽ ഏത് വഴിയാണ് ഏറ്റവും എളുപ്പമെന്ന് ഇപ്പം നമ്മൾ നോക്കുന്നത് ഗൂഗിൾ മാപ്പ് നോക്കിയാണ്. പണ്ട് ഈ ഗൂഗിൾ മാപ്പ് ഇല്ലാതിരുന്ന സമയത്ത് you know there are several roads that leads to Kottayam bus station and you are the people who choose which road to take. ഇന്നിപ്പോൾ ഗൂഗിൾ മാപ്പ് നമുക്ക് പറഞ്ഞു തരും ഏതാണ് ഷോർട്ടസ്റ്റ് റൂട്ട്, റഷ് ഇല്ലാത്ത റൂട്ട് ഏതാണെന്ന് പറയുമ്പോഴത്തേക്ക് most often it may not be the shortest route but it may be the route where there is no heavy traffic. നമ്മൾ അതിനനുസരിച്ച് പോകും. പക്ഷേ പണ്ട് അങ്ങനെ ആയിരുന്നില്ല, നമ്മൾ തന്നെ തീരുമാനിക്കും. അപ്പോൾ ഫ്രോസ്റ്റ് പറഞ്ഞു, he chose the less traveled road. പല റോഡുകളുണ്ടായിരുന്നു. ചില റോഡിലൊക്കെ ആളുകൾ ഒത്തിരി നടന്നു പോയതിൻ്റെ ലക്ഷണമൊക്കെ ഉണ്ട്, പുല്ലൊക്കെ ചതഞ്ഞ് കിടക്കുമായിരുന്നു. ബട്ട് ദർ വാസ് വൺ റോഡ് വിച്ച് വാസ് ലെസ് ട്രാവൽഡ്. അധികം ആരും യാത്ര ചെയ്യാതിരുന്ന ഒരു റോഡ് ഉണ്ടായിരുന്നു. പുള്ളി ആ റോഡ് ചൂസ് ചെയ്തപ്പോൾ പുള്ളിയോട് തന്നെ പറഞ്ഞു, വാട്ട് എവർ കോൺസിക്വൻസസ് ഐ ഹാവ് ടു ഫേസ് ഇൻ ദ ഫ്യൂച്ചർ, ഐ ഹാവ് ടു ഫേസ് ഇറ്റ് ബൈ മൈസെൽഫ്. എൻ്റെ ചോയ്സ് എന്ത് കോൺസിക്വൻസ് ആണെങ്കിലും ഐ ഹാവ് ടു ഫേസ് ഇറ്റ്. സോ ദിസ് ഇസ് ലൈഫ്. ഓക്കെ, ഞാൻ ഇച്ചിരൂടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ what I would like to say is that life is just like a big jigsaw puzzle. കോടിക്കണക്കിന് കൊച്ചു കൊച്ചു പീസസ് ഉള്ള ഒരു വലിയ ജിഗ്സോ പസിൽ. You all have done jigsaw puzzles in your childhood. So just imagine a big jigsaw puzzle where there are crores and millions of small pieces. നമ്മൾ എങ്ങനെയാണ് ഇത് ശരിയാക്കുന്നത്? You will have a beautiful picture there. By looking into the picture, you arrange all these pieces one after the other. ചിലതിന് കയറ്റിയാത്ത പീസസ് ഉണ്ട്, അതെല്ലാം നമ്മൾ കയറ്റി വെക്കും. So when all the pieces fall into its place, എല്ലാ കൊച്ചു കഷ്ണങ്ങളും അതിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ it becomes a very beautiful piece. നല്ല ഭംഗിയുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, me and you, all of us in this world are the small pieces of this jigsaw puzzle. ഓക്കെ, ഈ വലിയ ജിഗ്സോ പസിലിൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള കൊച്ചു കഷ്ണങ്ങളാണ് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും. സോ ഇഫ് ദിസ് വേൾഡ് ഹാസ് ടു ബി ബ്യൂട്ടിഫുൾ, വി ഷുഡ് ബി ഫില്ലിംഗ് ഇൻ ദ പ്ലേസ് വേർ വി ഓട്ട് ടു സിറ്റ്. എവിടെ ഞാൻ എത്തിയിരിക്കണമോ ആ സ്ഥാനത്ത് ഞാനാകുന്ന പീസ് അവിടെ ചെന്നിരിക്കണം. അല്ലെങ്കിൽ ഒരു പീസ് മിസ്സിംഗ് ആണെങ്കിൽ എന്തോ പറ്റും? there will be a vacant space in that jigsaw puzzle and the picture will not be complete. ഈ ലോകം കംപ്ലീറ്റ് ആകണമെങ്കിൽ me and you and all of you who are sitting here has to reach the place that is given to us. നമ്മൾ ആരും ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെടാത്തതായിട്ട് ലോകത്തിൽ ജനിച്ചവരില്ല. All of us are in God's picture. This beautiful picture is made by God and we have all places there assigned to us by God. ആ സ്ഥാനത്ത് നമ്മൾ ചെല്ലേണ്ടതാണ്.
Whether you choose the more traveled road or the less traveled road, it doesn't matter. What you have to remember is that whatever choices we make in life, we have to face it very boldly. Okay, ചെല്ലേണ്ടടുത്ത് നമ്മൾ ചെല്ലണം. This world is very beautiful. This is an opportunity that we get once in our lifetime. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് ദൈവം തരുന്ന ഒരു അവസരമാണ്. Don't waste it. Enjoy the beauty of this world. Be where you are supposed to be. നിങ്ങൾ ചെല്ലേണ്ട സ്ഥാനത്ത് നിങ്ങൾ ചെന്നിരിക്കണം, പ്രവർത്തിക്കണം. ഈ ജിക്സോ പസിൽ മനോഹരമാക്കണം. ഓക്കെ, പോകുന്ന യാത്രയിൽ ഒത്തിരി തടസ്സങ്ങളൊക്കെ കാണും. But I just want to tell you one thing. There is no problem in this world without solution. പരിഹാരമില്ലാത്തതായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഈ ലോകത്തിലില്ല. ചിലർ ഡ്രഗ് അഡിക്റ്റ് ആവും, ചിലർ ആൽക്കഹോളിന് അഡിക്റ്റഡ് ആവും. Some people try to commit suicide. These are all foolishness. ആ നിങ്ങളോ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ആ ജിക്സോ പസിലിൻ്റെ അവിടെ വേക്കൻ്റാണ്. The whole picture will be blurred and it becomes dirty, ugly. So if you want to make the world beautiful, we have to reach where we have to reach. You have to face a lot of problems in your life, but you will have solution for everything. എല്ലാത്തിനും ലോകത്തിൽ പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളുമില്ല. Don't waste your youth, don't waste your talent, don't waste your life, which is a gift from God. Okay, so your life has reached a very important and a very crucial point. Try to think what to do. Whatever you choose, try to make a choice with the help of your parents and elders who are very good in it. Once you make a choice, be bold, face all the consequences. You will succeed in your life. Reach where you are assigned to be. എവിടെ ചെല്ലണമെന്ന് ദൈവം വെച്ചിട്ടുണ്ടോ അവിടെ ചെല്ലുക. Try to make this jigsaw puzzle a beautiful, make this world a beautiful world. Okay, you will have all blessings of God. You will have all blessings of your parents and your teachers. Love them. I wish you all the best for this academic year. May God bless you. Thank you.